ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെല്ലൈക്കണും അമർത്തൂ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആയുർവേദത്തിലൂടെ എങ്ങനെ ആരോഗ്യപരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ സ്കിൻ ഗ്ലോ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മളുടെ ശരീരം, നമ്മുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഡ്രൈ സ്കിൻ ആണോ, ഓയിലി സ്കിൻ ആണോ, അതോ നോർമൽ സ്കിൻ ആണോ എന്ന് മനസ്സിലാക്കുക. ഡ്രൈ സ്കിന്നുള്ള ആളുകൾ വളരെയധികം സ്കിൻ ഡ്രൈ ആവുന്ന രീതിയിലുള്ള ആഹാരവിഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ആഹാരവിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ഡ്രൈഡും ഫ്രൈഡുമായിട്ടുള്ള ആഹാരങ്ങൾ, അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവുന്ന രീതിയിലുള്ള ഉണക്കമീൻ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡായിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യുന്നത്, കടലമാവ്, പയറുപൊടി ഇതെല്ലാം ഉപയോഗിക്കുന്ന സ്കിന്നിനെ ഒരുപാട് ഡ്രൈ ആക്കും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ചേർന്ന എന്താണ് ബാത്തിങ് പൗഡർ, ആയുർവേദിക് ബാത്തിങ് പൗഡർ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഏതാണ് നിങ്ങളുടെ ശരീരത്തിന് ചേരുന്നതെന്ന് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ള ആളുകളാണെങ്കിൽ കൊഴുപ്പ് നിറഞ്ഞതും ഓയിലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഓയിലി സ്കിന്നുള്ളവർക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ അധികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ, പിന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കുടിക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശരീരത്തിലെ എണ്ണ ഓൾറെഡി ഓയിലി സ്കിൻ ആയതുകൊണ്ട് വേഗം വാഷ് ഔട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓയിലി സ്കിന്നുള്ള ആളുകളിൽ കടലമാവ് ഇല്ലെങ്കിൽ പയറുപൊടി, വാകപ്പൊടി, ആയുർവേദിക് ബാത്തിങ് പൗഡേഴ്സ് എല്ലാം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം, ചർമ്മ സംബന്ധമായ രോഗങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ട് കൺസൾട്ടേഷൻ ചെയ്ത് ട്രീറ്റ്മെന്റ് ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വയം ചികിത്സ ചെയ്യാൻ പാടുള്ളതല്ല. ഇനി സൺ ടാൻ ഒക്കെയുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ സമ്മർ സീസണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൺ ടാൻ ഒക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സൺക്രീമുകൾ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ പുറത്തു പോയി വന്നു കഴിയുമ്പം ആ എക്സ്പോഷർ ഉണ്ടായ സ്കിൻ ഏരിയകളിൽ അലോവേര ജെല്ല് അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കരിവാളിപ്പ് മാറാനും സ്കിൻ സൂതനിങ്ങിനും വളരെ നല്ലതാണ് അലോവേര ജെല്ല്. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, നിറയെ വെള്ളം കുടിക്കുക, സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. ഡീഹൈഡ്രേറ്റ് ആവാതെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുമ്പോൾ നോർമലി സ്കിന്നിന് ഒരു മോയ്സ്ചറിങ് ലഭിക്കുന്നതാണ്. അതുവഴി വിറ്റാമിൻ സി, വിറ്റാമിൻ എ മുതലായവ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ആഹാര രീതികളിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, രക്തശുദ്ധി ഇല്ലാതെ വരുന്ന സമയത്താണ് നമ്മുടെ ശരീരത്ത് അലർജികൾ ഉണ്ടാകുന്നത്. അതായത് അകാരണമായി ചൊറിച്ചിലുണ്ടാകുക, അതുപോലെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകുക, ഇതെല്ലാം രക്തശുദ്ധി ഇല്ലാതിരിക്കുന്ന സമയത്താണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തിക്തകം കഷായം, ശോണിതാമൃതം കഷായം, മഞ്ചിഷ്ടാദി കഷായം മുതലായ മരുന്നുകൾ ഉപയോഗിച്ച് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്താവുന്നതാണ്. അതല്ലാതെ തന്നെ 2 മാസം കൂടുമ്പോഴോ ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ സദ്യോവിരേചനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സദ്യോവിരേചനം ചെയ്യുന്നത് വഴി നമ്മുടെ വയറ് ക്ലീൻ ആകുകയും അതുവഴി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലെ ആഹാരരസം അതിൻ്റെ എല്ലാ എസൻസോട് കൂടി തന്നെ നമ്മുടെ ധാതുക്കളിലേക്ക് അബ്സോർപ്ഷൻ നടക്കുകയും ബ്ലഡ് പ്യൂരിഫൈ ആയി തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. ഇംപ്യൂർ ആവാണ്ട് പ്യൂറായിട്ടുള്ള ബ്ലഡ് തന്നെ സർക്കുലേറ്റ് ചെയ്യാൻ അത് വളരെ സഹായകരമായിരിക്കും. ഈ രീതിയിലുള്ള മേൽപ്പറഞ്ഞ രീതിയിലുള്ള സ്കിൻ അലർജികളിൽ നിന്ന് രക്ഷ നേടാൻ അത് വളരെ സഹായകരമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അടുത്ത ഒരു കാര്യമാണ് ഓയിൽ ആപ്ലിക്കേഷൻ. അഭ്യംഗം എന്ന് പറയും. ആയുർവേദത്തിലെ അഭ്യംഗത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അഷ്ടാംഗ ഹൃദയത്തിൽ അഭ്യംഗത്തെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അഭ്യംഗം ചെയ്യുന്നത് മൂലം ആയുസ് വർദ്ധിക്കുകയും അത് ആയുഷ്യമാണ്, വർണ്യകരമാണ്. അത് ശരീരത്തിന് ഗ്ലോയും അതുപോലെ തന്നെ ഫെയർനെസ്സും തരുന്ന ഒന്നാണ്. അതുപോലെ ഏജ് കൺട്രോൾ ചെയ്യുന്നതാണ്. ആന്റി ഏജിങ് ഇഫക്റ്റ് ഉള്ളൊരു കാര്യമാണ് എണ്ണ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജനറേഷൻസ് മാറി മാറി വരുമ്പോൾ പക്ഷെ എണ്ണ തേച്ച് കുളിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റുട്ടീൻസ് ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എണ്ണ അപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തെണ്ണയാണ് അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നല്ലെണ്ണയും അപ്ലൈ ചെയ്യാം, വെളിച്ചെണ്ണയും അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്കിന്നിന് എക്സ്ട്രാ കെയർ കൊടുക്കണം, ഒരു മെഡിക്കേറ്റഡ് ഓയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാൽപ്പാമരാതി തൈലം, ഏലാതി തൈലം, മഞ്ചിഷ്ടാദി തൈലം, ദിനേശവല്യാദി തൈലം മുതലായ തൈലങ്ങൾ അപ്ലൈ ചെയ്ത് കുളിക്കാവുന്നതാണ്. ശരീരത്തിന് ഏറ്റവും നല്ലത്, ഞാൻ എപ്പോഴും നല്ലെണ്ണയാണ് പ്രിഫർ ചെയ്യാറ്. ഞാൻ എൻ്റെ പേഷ്യൻസിന് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഞാൻ സ്വയമേ ഉപയോഗിക്കുന്നതും നല്ലെണ്ണ ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള നാൽപ്പാമരാതി
കുരുമുളകാദി, ഏലാദി, മഞ്ചിഷ്ടാദി മുതലായ എണ്ണകളാണ് ഉപയോഗിക്കാറ്. വെളിച്ചെണ്ണ ഒട്ടും ഫലം കുറവുള്ളതൊന്നല്ല, എന്നാൽ കൂടെ നല്ലെണ്ണയ്ക്കാണ് കുറച്ചുകൂടെ സ്കിന്നിന് ഗ്ലോ തരാനും ഒരു സോഫ്റ്റ്നെസ് തരാനുള്ള എഫക്റ്റ് കൂടുതൽ നല്ലെണ്ണയ്ക്കാണ്. നിങ്ങൾക്ക് നല്ലെണ്ണ ബേസിലുള്ള ഓയിൽസ് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ചൂർണങ്ങളുണ്ട്. ഏലാദി ചൂർണം, നിംബഹരിദ്രാദി ചൂർണം, രജന്യാദി ചൂർണം, നിംബപത്രാദി ചൂർണം മുതലായ ചൂർണങ്ങൾ അവൈലബിൾ ആണ്. അത് പിഗ്മെന്റേഷൻ പോവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് മാർക്കുകൾ, കുരുക്കൾ വന്നിട്ട് മാറിയ മാർക്കുകൾ പോവാൻ വേണ്ടിയിട്ടെല്ലാം അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഏലാദി ചൂർണം തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിലെ പാടുകളുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം കഴുകി കളയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ മാർക്കുകളെല്ലാം നന്നായിട്ട് ഫെയ്ഡ് ആയിപ്പോയി നോർമൽ സ്കിന്നിലേക്ക് എത്താൻ അത് സാധിക്കും. അതുപോലെ തന്നെ മുഖക്കുരുവിന്റെ പാടുകളുള്ള ആൾക്കാര് മുഖത്ത് നിംബഹരിദ്രാദി അല്ലെങ്കിൽ നിംബപത്രാദി ഇല്ലെങ്കിൽ രജന്യാദി ചൂർണമെല്ലാം മോരിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത്, ഒരു ഫേസ് മാസ്ക് പോലെ അപ്ലൈ ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഡെയിലി ബേസിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു എഫക്റ്റ് ലഭിക്കുന്നത്. നിങ്ങളിപ്പോ സ്കിന്നില് കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അപ്ലൈ ചെയ്യുന്നത്, ഒരുപാട് കെമിക്കൽ ക്രീംസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ഈ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ക്രീംസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫലം ചിലപ്പോൾ നോർമലി നാച്ചുറലി ഉള്ള ഐറ്റംസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടോ 5 ദിവസം കൊണ്ടോ ലഭിക്കുന്നതല്ല. നിങ്ങളത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് വരുമ്പോൾ ഒരു മാസം ഒക്കെ കൊണ്ട് നല്ല ഒരു പ്രകടമായ വ്യത്യാസം പ്രോപ്പറായ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് വരികയാണെങ്കിൽ 1 മാസം 2 മാസം ഒക്കെ കൊണ്ട് നല്ലൊരു പ്രോപ്പറായി പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, സ്ക്രബ് ചെയ്യുക എന്നുള്ളത്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം പോയിട്ട് പുതുതായിട്ട് വരുന്ന സെൽസിനെ അത് നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടും നന്നായിട്ട് അതിന്റെ ഗ്രോത്തിനെയും പ്രൊമോട്ട് ചെയ്യാൻ വളരെ ഉപകാരപ്രദമായിരിക്കും സ്ക്രബ് ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള കാപ്പിപ്പൊടി വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കിന്നിൽ സ്ക്രബ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഇത് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഡെയിലി ബേസിൽ സ്കിൻ ഗ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടിയിട്ടും നമുക്ക് പാൽപ്പാട കുളിക്കുന്നതിന് മുമ്പ് ശരീരത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് വളരെ നല്ലൊരു മോയ്സ്ചറൈസിങ്ങും കൂടാണ്. അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാല് കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നത് വളരെ സഹായകരമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ഒരു ഡെയിലി ബേസിൽ ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം സ്കിന്നിനുണ്ടാവുന്നതായിരിക്കും. ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വൈദ്യശാല യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാം. താങ്ക് യു.